പേടിച്ചു പോയല്ല ഇല്ല അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ എടുക്കും ഷോർട്സിലും ഇട്ട് താറ്റിക്കൂടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. അപ്പോൾ ഇന്നലെ കുറച്ച് നാടൻ കോഴി കിട്ടി. നാടൻ കോഴി കിട്ടിയെന്നല്ല, ഞാൻ നാടൻ കോഴിയുടെ പിറകെ ഓടി കേട്ടോ. അങ്ങനെ കുറച്ച് കിട്ടി. പിന്നെ രാവിലെ പുട്ടും പപ്പടവും നാടൻ കോഴി സൂപ്പർ, പിന്നെ കട്ടനും. അപ്പം ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫുഡ് കാണിച്ചാണ് നിങ്ങളെ കൊതിപ്പിച്ചുകൊണ്ട് ഈ വ്ളോഗിലോട്ട് സ്വാഗതം പറയുന്നത് കേട്ടോ. എനിക്ക് വയൽ വെള്ളം ഒന്ന് എല്ലാം കഴിച്ചോട്ടോ, കൊള്ളാം. അപ്പം ഇന്ന് ഷോപ്പിൽ പോകണില്ല എന്നൊക്കെയാണ് വിചാരിക്കണം. വയ്യ, ആശുപത്രിയിൽ പോകണം. പിന്നെ രോഹിണി ഷോപ്പിലുണ്ട്, അഥവാ തിരക്കാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് തീർന്നിട്ട് വരട്ടെ. ഇതാ ഇവിടെ പൂച്ചക്കുട്ടികളൊക്കെ തിന്നാൻ സമ്മതിക്കുമെന്ന് ദൈവത്തിനറിയാം. നിലവിളിയാണ്. അപ്പം അതിനും കൊടുക്കണം, നമ്മളും കഴിക്കണം. വസുവേ, വസു, വസുവേ, മക്കളെ, എൻ്റെ അമ്മയെ 10 മണി വരെ കിടന്ന് ഉറങ്ങണ. ഇതെന്തു പറ്റി ഇങ്ങനെ ഉറങ്ങണ? നമുക്കിന്ന് ഒരുപാടിടത്ത് പോവാണ്ട്, വരണില്ലേ? ഹലോ, അമ്മയും മോനും കൂടി പുറത്തോട്ട് പോവുകയാണ്. പേടിച്ചു പോയല്ല. അമ്മയും മോനും കൂടെ പുറത്തോട്ട് പോവുകയാണ്. അമ്മയും മോനും മീൻസ് ഞാനും മോനും കൂടി കേട്ടോ. ഇവിടെ അമ്മ സിറ്റിയിലോട്ട് പോയി. അമ്മയ്ക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ഷോപ്പിൽ പോകണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ലക്ഷണം കണ്ടിട്ട്, ഫോണിൻ്റെ കോളുകൾ കണ്ടിട്ട് പോവേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പം എനിക്ക് കാല് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒട്ടും വയ്യ, നിൽക്കാൻ കൂടി പറ്റണില്ല. അപ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കണം. ഹോമിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഹോമിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ചുമ്മാരി ഹോമിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലോ അങ്ങ് പോയി. ഹോമിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയത്തില്ല, പതുക്കെ കുറയത്തുള്ളൂ. പിന്നെ ആയുർവേദവും മറ്റതൊക്കെ എടുക്കണേക്കാൾ നല്ലത് ഞാൻ വിചാരിച്ചു ഹോമിയോ എടുക്കാമെന്ന്. മോൻ്റെ ഇപ്പോൾ ഹോമിയോ ആണ് കൊടുക്കുന്നത്, അവന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഹോമിയോയിൽ കാണിക്കാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോട്ടെ. കാല് നല്ല വേദന. പിന്നെ വീട്ടിൽ പോകണം. ആദ്യം നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടാണ്. പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവിടുത്തെ തിരക്ക്. അങ്ങനെ മോനുട്ടൻ കാപ്പി കുടിക്കാതെയാണ് കേട്ടോ പോയത്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. കാരണം അവന് കാപ്പി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട്. പിന്നെ കാപ്പി എടുത്ത് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ചെന്നത് പിന്നെ ധന്യയുടെ പാർലറിലോട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും ധന്യ ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. ലീവാണെന്നല്ല, ധന്യ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പം ധന്യ വിളിച്ചപ്പോൾ ധന്യ പറഞ്ഞു, എടി ഞാൻ വീട്ടിലോട്ട് വാ, കുറച്ച് ക്ഷീണവും കാര്യങ്ങളും അങ്ങനെ ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. ലേറ്റായിട്ടേ ചെല്ലത്തുള്ളൂ പാർലറിലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കൊച്ചിന് ഫുഡും കൊടുത്ത് കാപ്പിയും കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന്. അവിടെ നല്ല തിരക്കായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി ചീട്ടെടുത്തിട്ടാണ് ഞാനിങ്ങനെ ധന്യയുടെ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് ധന്യയും കണ്ണണ്ണനും കൂടെ പറഞ്ഞ് അവർ ഷോപ്പിങ്ങിന് പോണ്, വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, എനിക്ക് കാല് നല്ല വേദനയുണ്ട്, ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർബന്ധിച്ചേട്ടോ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലടേ ഞാൻ വരണില്ല. സാധാരണ ഞാൻ പിടി കൊടുക്കാറാണ് പതിവ്, പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, അല്ലെങ്കിൽ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്, അതെനിക്ക് തീർക്കണം, ഇന്നൊരു ലീവ് എടുത്തതും കൂടിയാണ്. അപ്പോൾ മെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോയാലേ പറ്റുള്ളൂ എന്ന് അവിടെ നിന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി കേട്ടോ. അവരിൻ്റെ പിറകെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് നല്ല കാലിന് പെയിൻ ഉണ്ടായിരുന്നു. നല്ല പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെയിന്. എനിക്കത് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ആശുപത്രി പോകുന്ന ആളുകളും അല്ല, തീരെ സഹി ഉണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിലോട്ട് വന്നത്. അത് ഏട്ടനും പറയുന്നത് എനിക്ക് ഒട്ടും വയ്യെന്ന് തോന്നണം, അതാണ് നീ ആശുപത്രിയിലോട്ട് പോയതെന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ 11:30 ചെന്നതാണ്. അവിടെ ഭയങ്കര തിരക്ക്. 12:30 ആയപ്പോഴാണ് പിന്നെ വീണ്ടും ചെല്ലുന്നത്. ചീട്ട് എഴുതിയിട്ട് പിന്നെ ഞാൻ വീണ്ടും ചെല്ലുന്നത് 12:30 അപ്പോഴും അവിടെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഡോക്ടറിനെ കാണിച്ചു, മരുന്നും വാങ്ങിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചെന്നത് എൻ്റെ വീട്ടിലോട്ടാണ്.
ഇപ്പോൾ സാധാരണ ഞാൻ ഇവിടുത്തെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പം വീട്ടിലോട്ട് വന്നു. അപ്പോൾ അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മോനോടൊരു കാപ്പിയിൽ നിന്ന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കഴിക്കാനൊക്കെ ഇച്ചിരി പാടൊക്കെ ആയിരുന്നു. കാരണം താമസിച്ചൊക്കെയാണ് ഇന്നെല്ലാ ഫുഡും കഴിച്ചിരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇത്തിരി പാടൊക്കെ ആയിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് വീഡിയോസ് കറക്റ്റ് പ്രോപ്പറായിട്ട് പോവാത്തത് കേട്ടോ. എനിക്ക് നല്ല വയ്യായ്ക ഉണ്ടായിരുന്നു. അതാണ് കട്ട് ചെയ്ത് വീഡിയോ എടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തീർന്നപ്പോഴത്തേക്കും ചേട്ടൻ, അതായത് എൻ്റെ ബ്രദർ ചോദിച്ചു ഇങ്ങനെ, എടാ കളിപ്പാട്ടം വാങ്ങിച്ചിട്ടാ നീ വരണുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എന്നെയും കൂടെ പൊക്കി എടുത്തുകൊണ്ട് ബസ്സൂട്ടൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദർ. ബ്രദറിന് അങ്ങനെ വീഡിയോയിൽ, അതായത് ചേട്ടന് അങ്ങനെ വീഡിയോയിൽ വന്നതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറുമില്ല. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ല കേട്ടോ വീഡിയോസ് എടുക്കുന്നതായാലും വീഡിയോ വരുന്നതാണെങ്കിലും. കാരണം അവർക്ക് കുറച്ച് പഴയ രീതിയിൽ ചിന്തിക്കുന്നവരാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് നിങ്ങൾ കൂടുതൽ കാണുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്വന്തം അമ്മയാണോ. സ്വന്തം അമ്മ തന്നെയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ പോട്ടെ, നമ്മളെന്താ ചെയ്തു, അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ അവന് കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സാധനങ്ങൾ ഇരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ കൈയൊക്കെ വിരുവിരുവാന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ക്ഷമിച്ചങ്ങിയിരുന്നു. ഇതൊന്നും നമ്മുടെ സാധനങ്ങളേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചങ്ങിയിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ സംഗതി കൊള്ളാം കേട്ടോ. അതെന്താണിത്? ധാന്യങ്ങളാണ് സംഗതി. പയർ, ഉഴുന്ന്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു ഡെക്കറേഷൻ ഐറ്റം ആയിട്ട് ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ. എൻ്റെ കയ്യിൽ വസൂട്ട് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് പിന്നീട് ഞാൻ മാറ്റൊന്നും കളഞ്ഞിരുന്നില്ല. എന്തൊക്കെയോ കുറിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു പേന കയ്യിൽ കിട്ടിയ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ വില, അതായത് ഈ ഡെക്കറേഷൻ ഐറ്റത്തിൻ്റെ വില എത്ര, 600-700 കൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കാറൊക്കെ വാങ്ങിച്ചു വീട്ടിൽ ചെന്ന്, പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വീട്ടിലോട്ട് വന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ തുണികൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തുണികൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തുണികൾ ഈ പറയും പോലെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടത്തില്ല. കാരണം ഡെയിലി ഇടുന്ന, അതായത് ഇപ്പോൾ എന്താണ് ഇല്ലാതായി പോവും എന്നുള്ള തുണികൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടത്തില്ല. ബാക്കിയെല്ലാം ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകാറുണ്ട്. കാരണം എനിക്കിപ്പോൾ വയ്യാത്തത് കൊണ്ട്. പണ്ടൊക്കെ ഞാൻ കല്ലിലിട്ടേ കഴുകോളായിരുന്നു. കാരണം അതാണ് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത്. വാഷിംഗ് മെഷീനിൽ കഴുകണത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം കറണ്ട് ബില്ല് കയറും. രണ്ടാമത്തെ കാര്യം അത് എന്താണ്, നമ്മൾ ഈ അൺട്രാമിൻ്റെ അവിടെയൊന്നും ആ വിയർപ്പൊന്നും പോകത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ നിവൃത്തികേട് കൊണ്ട് വാഷിംഗ് മെഷീനെ ആശ്രയിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ തുണി കഴുകിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും കിട്ടു വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്നെ ഭയങ്കര അളുമ്പക്കമാണ് കേട്ടോ. എൻ്റെ അടുത്ത് വരക്കും, എൻ്റെ കൂടെ കളിക്കൊക്കെ ഒരു ബഹളമാണ്. അപ്പോൾ ഏട്ടൻ പറയും അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഇവൻ കടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ചെന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവൻ്റെ കുറച്ചും കൂടി ബോഡി ഇതാവാനുണ്ട്, അവൻ്റെ ബോഡി ഓക്കെ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഇരുട്ടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തുണികളുണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഞാൻ 1000 വട്ടം അകത്ത് കയറി പോയിട്ടുണ്ട്. ബസ്സൂട്ടം കിടന്ന് വിളിച്ചിട്ട്, പിന്നെ മൊബൈലിൻ്റെ കാര്യത്തിന് അങ്ങനെ ഇഷ്ടം പോലെ വട്ടം കയറിപ്പോയി. കോളുകൾ വരയ്ക്കാം, അപ്പോൾ മൊബൈൽ ചാർജിനിട്ടിരുന്ന് അങ്ങനെ കുറേ നേരം കയറി പോയാണ് കേട്ടോ ഇത്രയും ഡിലേ വന്നത്. അല്ലെങ്കിലും കുറേ തുണികളുണ്ടായിരുന്നു. സത്യം പറയുമല്ലോ, ഞാൻ തകർന്നു. ഒന്നാമത് കാല് വയ്യായിരുന്നു. ഞാനത് കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ എന്തോ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എനിക്ക് വൈറ്റമിൻ D3 ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം D3 ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി എനിക്ക് വലിയ രീതിയിൽ പൊഴിച്ചിലില്ല. പക്ഷേ വൈറ്റമിൻ D3 നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാവരും ഈ വൈറ്റമിൻ D3 ഒക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കണം കേട്ടോ. കാരണം നമ്മുടെ ഹെൽത്ത് എപ്പോഴാണ് വീക്ക് ആവണേന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് വാക്സിൻ എടുത്തതിന് ശേഷം എൻ്റെ ബോഡി നല്ല വീക്കാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് കാലിൻ്റെ മുട്ടിനാണ് കഴപ്പ്. അത് കൊച്ചുനാൾ മുതലേ ഉണ്ട്. എനിക്ക് കാലിൻ്റെ മുട്ട് കഴപ്പ്, ഷോൾഡർ കഴപ്പ്, നടു കഴപ്പ് കൊച്ചുനാൾ മുതലേ ഉണ്ട് കേട്ടോ. എനിക്കൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ആ സമയം മുതലേ ഉണ്ട് എനിക്ക് ജോയിൻറ്റുകൾ പെയിന്. അപ്പം വസൂട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് കാൽസ്യം ഇച്ചിരി കുറവായിരുന്നു. അന്ന് ടാബ്ലറ്റ് കഴിക്കാത്തതല്ല, 1-2 എണ്ണം ഇങ്ങോട്ട് സ്കിപ്പായി പോയിട്ടുള്ളൂ. പൊതുവേ എനിക്ക് കാൽസ്യം കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്,
എനിക്ക് കാലിൻ്റെ മുട്ട് കഴപ്പ്, നിൽക്കാനൊന്നും പറ്റത്തില്ല, ഒരുപാട് നേരം നടക്കാൻ പറ്റത്തില്ല, ഓടാൻ പറ്റത്തില്ല, മൊത്തത്തിൽ പണിയാണ്. അത് കൂടാതെ തന്നെ ഈ പറയും പോലെ നമ്മൾ മേക്കപ്പ് നിൽക്കുമ്പോഴാണെങ്കിലും സലൂണിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ കാല് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്താണ് നിൽക്കുന്നത്. അതെനിക്ക് മാത്രമല്ല, ഏകദേശം ഈ ബ്യൂട്ടീഷ്യൻ ഫീൽഡിലുള്ളവർക്ക് എല്ലാവർക്കും. പിന്നെ ഓരോ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും പോലെ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും വരാറുണ്ട്. അതുപോലൊരു ഹെൽത്ത് ഇഷ്യൂസാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിത് പ്രതീക്ഷിച്ചൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു വെരിക്കോസ് വെയിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വയറിനകത്തും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് രണ്ടും, തനിക്കുള്ള ഈ 2 പ്രോബ്ലംസും വെരിക്കോസ് വെയിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വൈറ്റമിൻ D3 എങ്ങനെയാണ് എന്ന് നോക്കാം, വൈറ്റമിൻ D കുറവുണ്ടോ എന്ന് നോക്കാമെന്ന്. എനിക്ക് ഈ പറയുന്ന വെരിക്കോസ് വെയിൻ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെയൊക്കെ അന്തിമഘട്ടം എങ്ങനെയിരിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നൊരു കാര്യമായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഈ വിഷമത്തിലൊക്കെ ഉണ്ടായിരുന്നു. കാല് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ പെയിനാണ് ഞാൻ അനുഭവിച്ചിരുന്നത് കേട്ടോ. കാരണം മണിക്കൂറുകളോളം ഈ ഇടയ്ക്കൊരു വർക്ക്, ഒരു 6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി മോശം അവസ്ഥയിലോട്ടൊക്കെ എത്തിയതെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് എനിക്ക് ഒട്ടും വയ്യാതെ ആയത്. അയ്യോ, ഇതിപ്പം കുറേ ദൂരം അങ്ങ് എത്തി. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. തലേദിവസം ഇങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി. ഫുഡൊക്കെ കഴിച്ച് ഗോതമ്പ് ദോശയും ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. ഒരു 4:30 മണിയായപ്പോൾ ഞാൻ എണീറ്റു. രാവിലെ വർക്കുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണീറ്റതാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പിറ്റേ ദിവസത്തെ കാര്യം പറയാൻ മറന്നുപോയി. ഇത് 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് ചായ ഇടാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ഞാൻ വിചാരിച്ച് ചായ ഇന്ന് കുടിക്കണ്ടെന്ന് വിചാരിച്ചു. കുടിക്കാതെ ഇരുന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയ സമയത്ത് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോണ സമയത്ത് എനിക്ക് ഒരുമാതിരി വയറൊക്കെ ഒരുമാതിരി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ധന്യയെ വിളിച്ചപ്പോൾ ധന്യയും ആ ഒരുങ്ങുന്ന കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ പറഞ്ഞു ഞാൻ വാമനപുരത്ത് എത്തിയെന്ന് പറഞ്ഞ്. അപ്പോൾ വാമനപുരത്ത് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലിട്ടുണ്ടായിരിക്കും ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണെന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇതാ പാർലറിലെത്തി. അപ്പോൾ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ധന്യയ്ക്ക് ഈ പാർലറിൽ വെച്ചാണ് വർക്ക് എന്നുള്ളത് കൊണ്ട് അവൾ വീട്ടിൽ നിന്ന കോലത്തിലാണ് വന്നത് കേട്ടോ. അപ്പോൾ രാവിലെ കുളിച്ചതൊന്നുമില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ രാവിലെ വർക്കിന് പോകുമ്പോൾ എണീറ്റ് കുളിക്കും. അത് വെളുപ്പംകാലം 2 മണിക്കാണെങ്കിലും കുളിക്കും. എനിക്ക് ആ ഒരു കാര്യം മാത്രം ഞാനുമായിട്ട് വമ്പൻ യുദ്ധമാണ് കേട്ടോ. ഞാൻ പറയും എന്തിനടി ഇങ്ങനെ വെളുപ്പകാലത്ത് കുളിക്കണേന്ന്. കാരണം എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ തന്നെ എനിക്ക് വെളുപ്പകാലത്ത് കുളിക്കണത് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. കാരണം എനിക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല. ഇല്ല എടുക്കൂടി ഓക്കെ വെൽക്കം. ഇല്ല അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ എടുക്കും, ഷോർട്സിൽ വിട്ട് താറ്റിക്കൂടി. എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും, ഇടല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇടും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അവളെന്നെ കുനിച്ചിർത്തി ഇടിക്കണമെന്തോ മിക്കവാറും ഈ വീഡിയോ ഇട്ടേന് എന്നെ ചീത്ത വിളിക്കും. അതൊക്കെ പോട്ടെ, ഞാനങ്ങനെ ഇറങ്ങി. അപ്പോൾ എന്നെ അടുത്ത ആൾ ട്രോളാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ പച്ചക്കറിക്കടയിലുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കൂട്ടാണ്. നാളെ ഒരു ദിവസം വണ്ടി വെച്ചിട്ട് പോയി. പിന്നെ അവസാനം ചേട്ടനാണ് എടുത്ത് മാറ്റി വെച്ചത് പെറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ നോക്കേം ബാക്കിയൊന്നും ഇല്ല, കൊണ്ടുവന്ന് അവിടെ നോ പാർക്കിൻ്റെ അവിടെ വെച്ച് കളയും കേട്ടോ. അങ്ങനെ ആവുമ്പോൾ ചേട്ടൻ ഈ ഇടയ്ക്കെടുത്ത് വണ്ടി മാറ്റി. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി. അപ്പം മോനൂട്ടനും അമ്മയും കിടന്ന് പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ അങ്ങനെ വിളിച്ചുണർത്തിയ സമയത്ത് ഞാൻ ഫോൺ വിളിച്ചാണ് അമ്മയെ വിളിച്ചുണർത്തിയത് കേട്ടോ. അപ്പോൾ മോനൂട്ടൻ അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു 6 വസൂട്ടന് 6 എന്ന് വരില്ല, 6 റായേ വരത്തുള്ളൂ. അങ്ങനെ അമ്മ പറഞ്ഞ് ആരുമില്ലയെന്ന്. അപ്പോഴത്തേക്കും തപ്പി നോക്കിയപ്പോൾ ഞാൻ ബെഡിലില്ല. അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അടുത്ത് കിടന്ന് സമാധാനിപ്പിച്ച് വീണ്ടും കിടത്തി ഉറക്കി കേട്ടോ. ഇനി എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് അമ്പലത്തിലോട്ടാണ്. അപ്പോൾ എനിക്ക് രാവിലെ വിശപ്പ് അടിച്ചു തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ കയറുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് എൻ്റെ മൈൻഡിലുള്ളൊരു വിചാരം. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഓടിപ്പോയി ചായയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു 8:30 ആകുമ്പോഴത്തേക്കും പാർലറിലോട്ട് പോകണം. പാർലറിൽ വർക്കുണ്ട്, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ കയറിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് നേരെ അമ്പലത്തിൽ കയറിയിട്ട് നേരെ ആ വഴിക്ക് അങ്ങ് സലൂണിലോട്ട് പോകാമെന്ന്.
രാവിലെ ഹോമിയോ മരുന്നൊക്കെ 2 മണിക്കൂർ ഇടവിട്ട് എനിക്ക് മരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നല്ല രീതിയിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏമ്പക്കം വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹോമിയോ കഴിച്ചിട്ട് ഞാൻ ഒരുപാട് നാളായി. അപ്പോൾ എനിക്ക് മെയിനായിട്ട് എൻ്റെ ബോഡിയിൽ ഉള്ള പ്രശ്നങ്ങളാണ് ഈ ഗ്യാസ് പ്രോബ്ലംസൊക്കെ. അത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്തൊരു പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. എനിക്ക് പാർലറിലോട്ടാണ് ഇനി ചെല്ലാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ പാർലറിലോട്ട് പോയി അവിടുത്തെ വർക്കും കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ഒട്ടും വയ്യാണ്ടായി. അനക്കാൻ കൂടി വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുട്ടിൻ്റെ താഴോട്ട് കാലില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അയ്യോ എനിക്ക് എന്തൊരാണ് കാര്യമെന്ന് അറിയാൻ വയ്യ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി പോയി. അത്രയ്ക്ക് എനിക്ക് വേദന സഹിക്കാൻ വയ്യ. റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം. കാലൊട്ടും വയ്യാതിരുന്ന സമയത്ത് രോഹിണി ഇങ്ങനെ തടവി തന്നു. ഞാൻ പിന്നെ മസാജറൊക്കെ വെച്ച് നോക്കി, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഒട്ടും കുറവില്ലാത്തത് കൊണ്ട് പിന്നെ രോഹിണി എനിക്ക് ചൂടുവെള്ളം, തിളച്ച വെള്ളം എന്ന് പറയാം, തിളച്ച വെള്ളം കൊണ്ടുവന്ന് തന്ന് പെഡിക്യൂറിൻ്റെ ആ ടബിൽ വീഴ്ത്തിയിട്ട് ഞാൻ കുറേ നേരം കാലം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. നല്ല തിളയ്ക്കുന്ന വെള്ളമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് കാലെടുക്കുന്നത് കേട്ടോ. അപ്പോഴൊരു ആശ്വാസം കിട്ടി. സത്യം പറയാല, അതുവരെ ഞാൻ പെടയും പോലെ ഇരുന്ന് പെടയേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നു. യഥാർത്ഥത്തിൽ വരണില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്, കാരണം വയ്യാത്തത് കൊണ്ട്. പിന്നെ കരുതി ഇല്ല, പോവാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, ഫാമിലിയും എല്ലാവരും ആയിട്ട്. അപ്പോൾ അതെവിടെയാണെന്നുള്ളതൊക്കെ അടുത്ത വ്ളോഗിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. മെയിനായിട്ടും എനിക്കൊരു ഒരു ജോഡി ഡ്രസ്സ് ഈ മാസം ഞാൻ 1-2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ ഷോപ്പിങ്ങിൽ വളരെ പിന്നിലോട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എനിക്കായിട്ടൊരു സാധനം ഞാൻ വാങ്ങിക്കാറില്ല. ഇപ്പം കുറച്ച് നാൾ കൊണ്ടാണ്, ഈ ഒരു മാസം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുറച്ചും കൂടെയൊക്കെ നല്ല വൃത്തിക്കൊക്കെ നടക്കണമെന്നൊക്കെ എനിക്ക് തോന്നുന്നു. കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ നടക്കണമെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അവിടെ ഇരുന്ന ഒരു ഉടുപ്പ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡിലൊരിതായിരുന്നു. ഞാൻ വെറും കൈയോടെ എൻ്റെ കൊച്ചിനെ അടുത്തോട്ട് ചെല്ലണ്ടേ എന്ന്. അപ്പോൾ എനിക്ക് വാങ്ങിച്ചല്ലോ, അപ്പോൾ കൊച്ചിനൊന്നും വാങ്ങിക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. കുറേ നേരം നോക്കി. എനിക്ക് കാലിന് വേദന ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഹൈ ലെവലിൽ എനിക്ക് വേദന കയറണമെന്ന് അറിയാൻ പറ്റത്തില്ല. കുറേ ഡ്രസ്സുകൾ നോക്കി കേട്ടോ. സ്റ്റുഡിയോയിലായിട്ടാണ് പോയത്. പക്ഷേ കുഴപ്പമില്ല, റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ തീരെ ചീപ്പ് ലെവലിനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ചീപ്പ് ലെവലൊന്നും ആയിരിക്കില്ല, കുറച്ചും കൂടി നല്ല റേറ്റുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട് വരുന്നത്. ഇത് ഫസ്റ്റ് എനിക്ക് എടുത്തൊരു ഒരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ഇതൊരു ഫ്ലൂറസെൻറ്റ് പച്ച കണക്കാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇതിലേത് ഞാൻ എടുത്തെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഏതാണ് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടെന്ന്. അപ്പം വീഡിയോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വയറ് നോക്കിയപ്പോൾ മീതെ വന്നിരിക്കുന്നു കേട്ടോ. വയറൊക്കെ ഉണങ്ങി അല്ലെങ്കിൽ നല്ല സ്ലിം ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ വേറെയും ഡ്രസ്സുകളൊക്കെ നോക്കി. എനിക്കെന്തോ ഒന്നും അങ്ങ് ഇതായി വരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇന്ന് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം കണ്ണെണ്ണ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് പച്ച ചീത്ത വിളിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് എന്തായാലും ഇറങ്ങുക. അപ്പോൾ അവരൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ഇതിൽ ഏത് ഡ്രസ്സാണ് എടുത്തതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഒന്ന് കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. കൂടുതലും ഞാനിങ്ങനെ ടോപ്പ്, കുർത്താസ് അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ വേറൊരു ടൈപ്പിലുള്ള ഡ്രസ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കാലിന് നല്ല വേദന എടുത്ത് തുടങ്ങി. പെട്ടെന്ന് തന്നെ കാറിൽ പോയി ഇരുന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 2 ദിവസത്തെ വ്ളോഗാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും.